ഇങ്ങനെ ജീവിച്ച പോരാ. അതെയോ? നിശബ്ദമായി ഒഴുകുന്നൊരു നദി പോലെ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കാലം. ഓരോ ദിവസവും നമ്മളെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കലണ്ടറിലെ താളുകള് നിശബ്ദമായിട്ട് മാറി മറിയുന്നു. പ്രായത്തിന്റെ അക്കങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. വെളിച്ചം വരുന്നു, ഇരുട്ട് വീഴുന്നു, വീണ്ടും വെളിച്ചം വരുന്നു. ഒരു യന്ത്രത്തിന്റെ ചക്രങ്ങൾ പോലെ നമ്മളും ആവർത്തനങ്ങളുടെ ആ വലിയ ലൂപ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ എറിഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. രാവിലെ ഉണരുന്നു, ശീലങ്ങളുടെ തടവുകാരനായിട്ട് ഓടുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കുന്നു, മുഖംമൂടികൾ അണിയുന്നു, സാമ്പത്തിക ഭയങ്ങളുടെയും ബാധ്യതകളുടെയും ഇരുമ്പഴിക്കുള്ളില് സ്വയം തളച്ചിട്ട് ഒടുവില് ഇരുട്ടിലേക്ക് മടങ്ങും. പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നമ്മുടെ ജീവിതം എത്ര മനോഹരമാണ്. വീടുണ്ട്, ജോലിയുണ്ട്, വലിയ കുറവുകളില്ലാത്ത ബന്ധങ്ങളുണ്ട്, വലിയൊരു കൊടുങ്കാറ്റോ തകർച്ചയോ ഇല്ലാതെ സമാധാനമായി പോകുന്ന ഒരു ജീവിതം. പക്ഷേ ആ പുറമോടികൾക്കപ്പുറം ആരും കാണാത്ത ആത്മാവിന്റെ ആഴങ്ങളിലേക്കൊന്ന് നോക്കിയാല് അവിടെ വലിയൊരു ശൂന്യതയുണ്ട്. കനലെരിഞ്ഞു തീർന്ന ചാരക്കുമ്പാരം പോലെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരിടം. ആ ആഴങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ക്രൂരമായ ആ സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടേതല്ലാതായി മാറിയിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും ഇവിടെ തകർന്നു പോകാറില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ആരുടെയും ജീവിതം നഷ്ടപ്പെടാറുമില്ല. അത് സംഭവിക്കുന്നത് വളരെ നിശബ്ദമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും കുറച്ചായി നമ്മളെ തന്നെ മറ്റുള്ളവർക്കായി പിച്ചി ചീന്തി നൽകുമ്പോൾ, സമൂഹത്തിന്റെ കപടമായ വിജയ നിർവചനങ്ങൾക്ക് മുന്നിൽ സ്വന്തം ആഗ്രഹങ്ങളെ മുട്ടുകുത്തിക്കുമ്പോൾ, മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെ ക്യാൻവാസിന് നിറം ചാലിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവിതത്തിന്റെ വലിയ സ്വപ്നങ്ങളെ കറുത്ത പെയിന്റ് അടിച്ച് മായ്ച്ചു കളയുമ്പോൾ, അവിടെയാണ് നമ്മളെ തന്നെ ഉപേക്ഷിക്കുന്നത്. അതിനെയാണ് ദ ഇൻവിസിബിൾ ലോസ് അഥവാ അദൃശ്യമായ ആ വലിയ നഷ്ടം എന്ന് വിളിക്കുന്നത്. നമ്മളിൽ പലരും ഇന്ന് ജീവിക്കുകയല്ല, സാഹചര്യങ്ങളുടെ ഒഴുക്കിനൊപ്പം വെറുതെ ഒഴുകിപ്പോവുകയാണ്. ഒരു നോ പറയേണ്ടിയിരുന്നിടത്ത് ആർക്കെങ്കിലും വിഷമമായാലോ എന്ന് ഭയന്ന് നമ്മള് കാപ്പിടത്തിന്റെ യെസ്സുകൾ വിളിച്ച് പറയും, യെസ് എന്ന് പറയും. നമ്മുടെ അഭിമാനത്തിന് ചുറ്റും ശക്തമായൊരു കോട്ടമതിൽ തീർക്കേണ്ടിയിരുന്നപ്പോൾ ആരെങ്കിലുമൊക്കെ എന്ത് വിചാരിക്കുമെന്നോർത്ത് നമ്മൾ മൗനത്തിന്റെ തടവുകാരായിട്ട് മാറി. ഇപ്പോൾ വേണ്ട, എന്റെ ഇഷ്ടങ്ങളൊക്കെ പിന്നീട് നോക്കാം എന്ന് സ്വന്തം ആത്മാവിനോട് നിരന്തരം പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ മനുഷ്യനെ നിങ്ങൾ ഏറ്റവും ഒടുവിലത്തെ തട്ടിലേക്ക് തള്ളിയിട്ടു. ഇതാണ് ദ സ്ലോ ഡിസപ്പിയറൻസ്, നിശബ്ദമായ അപ്രത്യക്ഷമാകൽ. ആദ്യം നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ മാറ്റിവെച്ച് പിന്നീട് ലോകത്തെ ഭയന്ന് നിങ്ങളുടെ ശബ്ദമില്ലാതായി, അതിനുശേഷം നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ നിങ്ങൾ മറന്നു. ഒടുവിൽ ആരും നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ അതിരുകൾ തന്നെ ഇല്ലാതാക്കി ഒരു ശൂന്യതയായിട്ട് മാറി. ഇന്ന് നിങ്ങളുടെ കലണ്ടറുകൾ നിറയുന്നുണ്ടാകാം, ബാങ്ക് ബാലൻസുകൾ മാറുന്നുണ്ടാകാം, ആളുകൾ നിങ്ങളെ പുകഴ്ത്തുന്നുണ്ടാകാം. പക്ഷേ ഉള്ളിലെ ആ യഥാർത്ഥ മനുഷ്യൻ എവിടെയോ സ്തംഭിച്ചു നിൽക്കുകയാണ്. അവൻ ഇപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ പഴയ ജീവിതത്തിന്റെ അടഞ്ഞ വാതിലിനു മുന്നിൽ ശൂന്യമായ കണ്ണുകളോടെ കാത്തു നിൽക്കുകയാണ്. ജീവിതം മുന്നോട്ടോടുന്നു, ഉള്ളിലെ മനുഷ്യൻ മാത്രം അവിടെ തളർന്നു നിൽക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചില താൽക്കാലിക മോട്ടിവേഷൻ മന്ത്രങ്ങൾ തരാനല്ല. കാരണം വിജയം എന്നത് പിന്നീട് വരേണ്ട ഒന്നാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് വഴിത്തിരിവിലാണ്, ഏത് നിമിഷത്തിലാണ് നമ്മൾക്ക് നമ്മളെ തന്നെ
നഷ്ടപ്പെട്ടു പോയത്, നമ്മൾക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയത് എന്ന് കണ്ടെത്തുകയാണ്. നിങ്ങളെ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ആ ഇരുണ്ട പാറ്റേണുകളെ ഉടച്ചു വാർക്കാനുള്ള യാത്രയാണിത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഒരു ജോലിയോ അല്ലെങ്കിൽ പണമോ ബന്ധങ്ങളോ അവസരങ്ങളോ നഷ്ടപ്പെട്ടതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ആ പഴയ മനുഷ്യൻ മരിക്കണം. പകരം സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും അതിന്റെ മുഴുവൻ അധികാരവും നെഞ്ചിലേറ്റുന്ന ഒരു പുതിയ മനുഷ്യൻ അവിടെ ജനിക്കണം. നിങ്ങൾ തകർന്നു പോയിട്ടില്ല, നിങ്ങൾ വൈകി പോയിട്ടുമില്ല. നിങ്ങളുടെ കഥ ഇനിയും അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ ജീവിതമല്ല, എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ പഴയ യഥാർത്ഥ ജീവിതത്തിലേക്ക് ധീരമായി തിരികെ നടക്കാനുള്ള ഒരൊറ്റ ചുവടിന്റെ ധൈര്യം മാത്രമാണ് വാക്കുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ തടവറ തകർക്കാൻ പോവുകയാണ്. വെൽക്കം ടു ബ്രേക്ക് ദ പാറ്റേൺ, റീക്ലെയിം യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ മാറുകയുള്ളൂ എന്ന് കരുതുന്നത് തെറ്റാണ്. ജീവിതം മാറുന്നത് വലിയ വലിയ കൊടുങ്കാറ്റുകൾ വരുമ്പോഴല്ല, അത് സംഭവിക്കുന്നത് വളരെ നിശബ്ദമായാണ്. നിങ്ങൾ ഓർത്തു നോക്കുക, എപ്പോഴാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതല്ലാതായി മാറിയത്? ഒരു വലിയ നോ പറയേണ്ടിയിരുന്ന സ്ഥാനത്ത് മറ്റുള്ളവർക്ക് വിഷമമാകേണ്ട എന്ന് കരുതി നിങ്ങൾ വെറുതെ തലയാട്ടി യെസ് എന്ന് പറഞ്ഞ ആ നിമിഷമില്ലേ, അവിടെയാണ് തുടക്കം. സ്വന്തം ആത്മാഭിമാനത്തിന് ചുറ്റും ശക്തമായ ഒരു അതിർവരമ്പ് വരക്കേണ്ടിയിരുന്നപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് ഭയന്ന് നിങ്ങൾ മിണ്ടാതിരുന്ന ആ നിമിഷമില്ലേ, അവിടെയാണ് നിങ്ങൾ കുറച്ചുകൂടി ഇല്ലാതായത്. സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച വലിയൊരു സ്വപ്നത്തെ പെട്ടെന്നൊരു ദിവസം മാറ്റിവെച്ചിട്ട് മറ്റൊരാളുടെ പ്രതീക്ഷകളെ തോളിലേറ്റാൻ തീരുമാനിച്ച ആ ദിവസം ഓർക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട, എന്റെ ആഗ്രഹങ്ങളൊക്കെ പിന്നീട് നോക്കാം എന്ന് സ്വന്തം ജീവിതത്തോട് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാ പിന്നിലേക്ക് തള്ളിക്കൊണ്ടിരുന്നത്. ഇതിനെയാണ് ദ സ്ലോ ഡിസപ്പിയറൻസ് അഥവാ നിശബ്ദമായ അപ്രത്യക്ഷമാകൽ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഒരു നിശ്ചിത ക്രമത്തിലാണ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. പിന്നീട് മറ്റുള്ളവരോടുള്ള ഭയം കാരണം നിങ്ങളുടെ ശബ്ദം ഇല്ലാതാകുന്നു. അതിനുശേഷം നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ നിങ്ങൾ മറക്കുന്നു. ഒടുവില് ആരും നിങ്ങളുടെ അതിരുകൾ ലംഘിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ അതിരുകൾ തന്നെ ഇല്ലാതാക്കുന്നു. ഇതിന്റെയൊക്കെ അവസാനം നിങ്ങൾ എവിടെയാണ് വന്നു നിൽക്കുന്നതെന്നറിയോ? ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്, എനിക്ക് എന്താണ് വേണ്ടത് എന്ന അടിസ്ഥാനപരമായ ചോദ്യം പോലും ചോദിക്കാൻ മറന്നുപോയ ഒരു ശൂന്യതയിലാണ്. സ്വയം നഷ്ടപ്പെടുക എന്നത് വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് ആയി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടണമെന്നില്ല. അത് വളരെ ലളിതമായ ഒരു സെൽഫ് അബാൻഡൻമെന്റ് അഥവാ സ്വയം ഉപേക്ഷിക്കലായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നത്. ഒരു വശത്ത് നമ്മുടെ ജീവിതം അതിവേഗം ഓടുകയാണ്. ദിവസങ്ങൾ മാറുന്നു, കലണ്ടറിലെ താളുകൾ മറിയുന്നു, ബാങ്ക് ബാലൻസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നു, പിന്നെ നമ്മുടെ പ്രായം കൂടുന്നു, ബന്ധങ്ങളുടെ പേരുകൾ മാറുന്നു. പക്ഷെ മറ്റൊരു വശത്ത് ഉള്ളിലെ ആ യഥാർത്ഥ മനുഷ്യൻ എവിടെയോ സ്തംഭിച്ചു നിൽക്കുകയാണ്. അവൻ എപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ പഴയ ജീവിതത്തിന്റെ അടഞ്ഞ വാതിലിനു മുന്നില് ശൂന്യമായ കണ്ണുകളോടെ കാത്തു നിൽക്കുകയാണ്. ജീവിതം മുന്നോട്ടു പോകുന്നു, പക്ഷെ ഉള്ളിലെ മനുഷ്യൻ മാത്രം നിശ്ചലനായി നിൽക്കുന്നു. നമ്മളിൽ ഭൂരിഭാഗവും പേരും ഇന്ന് ജീവിക്കുന്നത് ബോധപൂർവമല്ല, മറിച്ച് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതായത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ കാര്യങ്ങൾ ഒരു യന്ത്രം പോലെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു ലൂപ്പുണ്ട്. അതായത് ചിന്ത, വികാരം, പ്രതികരണം, അതിന്റെ ഫലം,
പിന്നെ വീണ്ടും അതേ ചിന്ത. നമ്മുടെ ഉള്ളിൽ അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സൈക്കോളജിക്കൽ ചക്രമാണ് ഈ പാറ്റേൺ ലൂപ്പ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരേ തെറ്റുകളിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും എത്തിക്കുന്ന ഈ ലൂപ്പിനെ എന്താന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ചിന്തയാകുന്നത്, തോട്ട്. എല്ലാം തുടങ്ങുന്നത് ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ്. ഈ ചിന്തകൾ പലപ്പോഴും നമ്മുടെ പഴയ അനുഭവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മുറിവുകളിൽ നിന്നോ മറ്റുള്ളവരെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പുതിയ അവസരം മുന്നിൽ വരുമ്പോ എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, ഞാൻ പരാജയപ്പെടും, അല്ലെങ്കിൽ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ ഇയാളും എന്നെ ഇട്ടേച്ചു പോകും എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നു. ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് ശ്രദ്ധിക്കാറില്ല. രണ്ടാമത്തേത് വികാരമാണ്, ഇമോഷൻ. മനസ്സിൽ ഒരു ചിന്ത വന്നയുടനെ നമ്മുടെ ശരീരം അതിനോട് വൈകാരികമായി പ്രതികരിക്കും. ചിന്തകൾ വിത്തുകളാണെങ്കിൽ വികാരങ്ങൾ എന്താണ്? അതിൽ നിന്ന് മുളയ്ക്കുന്ന ചെടികളാണ്. ഞാൻ പരാജയപ്പെടും എന്ന ചിന്ത ഉള്ളിൽ വന്നയുടൻ ഭയം, ആശങ്ക, അതായത് ആൻസൈറ്റി, ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ അപകർഷതാബോധം തുടങ്ങിയ കടുത്ത വികാരങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ വന്ന് നിറയും. ശരീരം വിയർക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുകയോ ചെയ്യും. മൂന്നാമത്തേത് പ്രതികരണമാണ്, റിയാക്ഷൻ അല്ലെങ്കിൽ ബിഹേവിയർ. ഈ ശക്തമായ വികാരങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യും. ഇതിനെയാണ് പ്രതികരണം എന്ന് പറയുന്നത്. ഇത് ഭയം കാരണം നമ്മൾ കാണിക്കുന്ന ഒരു പ്രതിരോധ തന്ത്രമാണ്, ഡിഫൻസ് മെക്കാനിസം. ഭയവും ആശങ്കയും സഹിക്കാൻ കഴിയാതെ നിങ്ങൾ ആ പുതിയ അവസരത്തിൽ നിന്ന് മനഃപൂർവ്വം പിന്മാറുന്നു, അല്ലെങ്കിൽ ആ ബന്ധത്തിലുള്ള ആളോട് അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ സംശയിക്കുകയോ ചെയ്യുന്നു. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉൾവലിയുന്നു. നാലാമത്തേത് ഫലമാണ്, അതിന്റെ റിസൾട്ട്. നിങ്ങളുടെ ആ പ്രതികരണത്തിന്റെ ഫലമായിട്ട് പുറം ലോകത്തൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രവൃത്തിയുടെ സ്വാഭാവികമായ അനന്തരഫലം. നിങ്ങൾ അവസരങ്ങളിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് നിങ്ങളുടെ കരിയർ ഒരിടത്തു തന്നെ സ്തംഭിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയം കാരണം ആ നല്ല ബന്ധം തകർന്നു പോകുന്നു, നിങ്ങൾ വീണ്ടും ഒറ്റപ്പെടുന്നു. അഞ്ചാമത് വീണ്ടും അതേ ചിന്ത. ഈ ലൂപ്പിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടമാണിത്. ഉണ്ടായ മോശം ഫലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനസ്സ് പറയും, കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിനക്കതിൽ കഴിയില്ല എന്ന്, ആളുകൾ നിന്നെ ചതിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതോടെ നിങ്ങളുടെ പഴയ നെഗറ്റീവ് ചിന്ത ഒന്നുകൂടി ശക്തമാകുന്നു. അടുത്ത തവണ ഒരു സാഹചര്യം വരുമ്പോ ഇതേ ചിന്ത ഇതിലും ശക്തമായിട്ട് വരികയും ലൂപ്പ് വീണ്ടും കറങ്ങുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ഒരേ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്ന്? എന്തുകൊണ്ടാണ് ചിലർ ഒരേ തരത്തിലുള്ള തങ്ങളെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങളിൽ ചെന്ന് വീണ്ടും വീണ്ടും കുടുങ്ങിക്കിടക്കുന്നത് എന്ന്? എന്തുകൊണ്ടാണ് പഴയ അതേ ഭയം പുതിയ സാഹചര്യങ്ങളിലും അവരെ വന്ന് മൂടുന്നത്? മാറ്റണമെന്ന് അത്രയധികം ആഗ്രഹമുണ്ടായിട്ടും ഉള്ളിൽ കൃത്യമായ അറിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മാറാൻ കഴിയാത്തത്? കാരണം ഇതാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം സ്വയം തീരുമാനിക്കുന്നില്ല. നമ്മളിൽ വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട അദൃശ്യമായ ചില പാറ്റേണുകളാണ് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ദ ഫെമിലിയർ ട്രാപ്പ് അഥവാ പരിചിതമായ ചതിക്കുഴിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിന് പരിചിതമായതെല്ലാം സുരക്ഷിതമാണ്, ഹെൽത്തി എന്ന് അത് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നു. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സ് നോക്കാറില്ല. അത് എത്രയോ കാലമായി അനുഭവിച്ച് പരിചിതമായതാണ് എന്ന ഒരൊറ്റ കാരണത്താല് മനസ്സ് അതിനെ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ടാണ് പല മനുഷ്യരും മാറ്റത്തെക്കാൾ കൂടുതൽ വേദനയെ സ്നേഹിക്കുന്നത്. ഇത് നല്ലൊരു ജീവിതമല്ലെന്ന് എനിക്ക് അറിയാം, പക്ഷേ ഇതാണ് എനിക്ക് പരിചിതമായ ജീവിതം, ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത്. പുതിയൊരു മാറ്റത്തിലേക്ക് പോയാൽ എന്താകുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഈ വേദന തന്നെ ഞാൻ കഴിഞ്ഞുകൂടുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ് എന്ന് അവർ ചിന്തിക്കുന്നു. ഇതാണ് കംഫർട്ട് സോണിന്റെ ഏറ്റവും ഇരുണ്ട വശം. കംഫർട്ട് സോൺ സുഖകരമായ ഇടമല്ല അത്, മറിച്ച് പരിചിതമായ ഇടം മാത്രമാണ്. ഈ പാറ്റേൺ ലൂപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ?
നിങ്ങളുടെ ഭൂതകാലം, അതായത് പാസ്റ്റ്, നിങ്ങളുടെ ഉള്ളിൽ ചില വിശ്വാസങ്ങൾ, ബിലീഫ് ഉണ്ടാക്കുന്നു. ആ വിശ്വാസങ്ങൾ നിങ്ങളിൽ ചില വികാരങ്ങൾ, ഇമോഷൻസ് ഉണർത്തുന്നു. ആ വികാരങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തെ, അതായത് ബിഹേവിയർ നിയന്ത്രിക്കുന്നു. ആ പെരുമാറ്റം നിങ്ങൾക്ക് ഒരു റിസൾട്ട് തരുന്നു, ഒരു ഫലം തരുന്നു. ആ ഫലം നിങ്ങളുടെ പഴയ വിശ്വാസത്തെ വീണ്ടും ശക്തമാക്കുന്നു. അങ്ങനെ ഈ ലൂപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം ഇന്നലെ നിങ്ങളെടുത്ത തീരുമാനങ്ങളുടെ റിസൾട്ട് മാത്രമല്ല, ഇന്നലെ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ആഴത്തിലുള്ള വിശ്വാസങ്ങളാണ് ഇന്നും നിങ്ങളുടെ തീരുമാനങ്ങളെ അദൃശ്യമായി നിയന്ത്രിക്കുന്നത്. ആ പാറ്റേൺ പൊളിച്ചെഴുതാതെ ഒരു മാറ്റവും സാധ്യമല്ല. നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മളെ തന്നെ ഇല്ലാതാക്കിയത് എന്ന് മനസ്സിലാക്കാൻ 7 വഴികളുണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള 7 കണ്ണാടികളാണ്. ഒന്നാമത്തത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സ്വയം ചെറുതാക്കുക. എല്ലാവർക്കും നല്ലവനാകാനും എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരു പീപ്പിൾ പ്ലീസർ ആണ് നിങ്ങളെങ്കിൽ ഓർക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാകാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് പോലും യഥാർത്ഥ നിങ്ങളെ അറിയാൻ സാധിക്കാതെ പോകുന്നു. നിങ്ങളുടെ യഥാർത്ഥ മുഖം മൂടി വെച്ചിട്ട് നിങ്ങൾ അഭിനയിക്കുകയാണ്. നിങ്ങൾ മുഖം മൂടി വെച്ചാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. രണ്ടാമത്തത്, ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറയേണ്ടിടത്ത് ഓക്കെ, യെസ് എന്ന് പറയാം. അതിർവരമ്പുകളില്ലാത്ത കാരുണ്യം, കൈൻഡ്നസ് വിത്തൗട്ട് ബൗണ്ടറീസ്. അത് സ്വയം നശിപ്പിക്കുന്ന ഒന്നാണ്. സെൽഫ് നെഗ്ലക്ട്, മറ്റുള്ളവരോട് യെസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ സ്വന്തം സമാധാനത്തോട് പറയുന്ന നോ ആയി മാറരുത്. മൂന്നാമത്തേത്, സ്വന്തം വികാരങ്ങളെ നിരന്തരം അടിച്ചമർത്തുക. ആരെങ്കിലും വന്ന് എന്തു പറ്റി, മുഖം വാടിയിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ ഉള്ളിൽ വലിയൊരു കടലിരമ്പുന്നുണ്ടായിട്ടും നമ്മൾ പറയും ഏയ് എനിക്കൊന്നുമില്ല. പക്ഷേ ഉള്ളിലുള്ളത് ഒന്നുമല്ലാത്തതല്ല, പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വലിയൊരു ഭാരമാണ്. ആ ഭാരം അടിച്ചമർത്തുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. നാലാമത്തേത്, പഴയ പതിപ്പിനെ സംരക്ഷിച്ച് പുതിയ പതിപ്പിനെ തടയാം. നിങ്ങൾ 10 വർഷം മുമ്പ് ആരായിരുന്നോ ആ മനുഷ്യനെ അപ്പടി നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ആകാൻ കഴിയുന്ന ആ പുതിയ മികച്ച മനുഷ്യനെയാണ് നിങ്ങൾ തടഞ്ഞു നിർത്തുന്നത്. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഭയന്ന് പഴയ തടവറയിൽ തന്നെ കഴിയുന്ന അവസ്ഥയാണിത്. അഞ്ചാമത്തത്, മറ്റുള്ളവരുടെ ടൈം ലൈനിൽ സ്വന്തം ജീവിതം അളക്കുക. അവൻ ആ പ്രായത്തിൽ അത് നേടി, ഇവൾ ഈ പ്രായത്തിൽ ഇവിടെ എത്തി, അതുകൊണ്ട് ഞാൻ പരാജയമാണ് എന്ന ചിന്ത. മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ വേഗതയുമായി നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മനോഹരമായ ഈ ജീവിതത്തിന്റെ തനതായ ഭംഗിയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ആറാമത്തേത്, ഭയത്തെ ഉൾവിളി എന്ന് തെറ്റിദ്ധരിക്കുക. പലപ്പോഴും നമ്മൾ പറയും എനിക്ക് ആ വഴിക്ക് പോകാൻ തോന്നുന്നില്ല എനിക്ക് ആ വഴിക്ക് പോവാന്, എന്റെ മനസ്സ് പറയുന്നു അത് ശരിയല്ലെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ ഉൾവിളിയല്ല, ഇൻറ്റ്യൂഷൻ അല്ല, ഭയമാണ്. ഭയം എല്ലായ്പ്പോഴും അപകടത്തിന്റെ ശബ്ദമല്ല. ചിലപ്പോൾ അത് മാറ്റത്തിന്റെ വാതിലിൽ നിൽക്കുമ്പോൾ മാറാൻ മടിയുള്ള നിങ്ങളുടെ പഴയ പതിപ്പ് ഉണ്ടാക്കുന്ന ശബ്ദം മാത്രമാണ്. ഏഴാമത്തേത്, ഒരു ദിവസം എന്ന വാക്കിൽ ജീവിതം മാറ്റിവെക്കാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങും. ഒരു ദിവസം ഞാൻ ആ ജോലി ഉപേക്ഷിക്കും. ഒരു ദിവസം ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തും. ഈ ഒരു ദിവസം എന്നത് കലണ്ടറിൽ ഇല്ലാത്ത ദിവസമാണ്. ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് പലരുടെയും ജീവിതം അവസാനിക്കാറാണ് പതിവ്. പലരും ചിന്തിക്കുന്നത് തങ്ങൾക്ക് അച്ചടക്കമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മടിയുള്ളത് കൊണ്ടാണ് ജീവിതം മാറാത്തതെന്നാ. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രശ്നം ഡിസിപ്ലിൻ ഇല്ലാത്തതല്ല, അച്ചടക്കമില്ലാത്തതല്ല,
അത് മോട്ടിവേഷന്റെ കുറവല്ല. ഇവിടെയാണ് നമ്മൾ മോട്ടിവേഷനും മീനിങ് തിരിച്ചറിയേണ്ടത്. മോട്ടിവേഷൻ എന്നത് താൽക്കാലികമായ ഒരു തീപ്പൊരി മാത്രം. അത് നിങ്ങളെ ഒരു കാര്യം തുടങ്ങാൻ സഹായിച്ചേക്കാം. മോട്ടിവേഷൻ ഗെറ്റ്സ് യു സ്റ്റാർട്ട്. പക്ഷേ ആത്യന്തികമായ അർത്ഥം, മീനിങ്, ആ മീനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വഴിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. മീനിങ് കീപ്സ് യു ഗോയിങ്. ജീവിതം മാറ്റാൻ വെറും ബാഹ്യമായ മോട്ടിവേഷൻ പോരാ. അതിന് 3 കാര്യങ്ങൾ വേണം. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാ അറിയോ? ഒന്ന് ഐഡന്റിറ്റി പ്ലസ് മീനിങ് പ്ലസ് ഡിറക്ഷൻ. ഐഡന്റിറ്റി വേണം, മീനിങ് വേണം, ഡിറക്ഷൻ വേണം. നമ്മൾ ഈ പലരും ഒരു ബ്രോക്കൺ ഐഡന്റിറ്റി അഥവാ തകർന്ന സ്വത്വബോധവും ചുമന്നാണ് നടക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് ചിലർ പറയുമ്പോൾ അവരുടെ കഴിവിനെയല്ല അവിടെ ചോദ്യം ചെയ്യുന്നത്, മറിച്ച് വർഷങ്ങളായി അവർ വിശ്വസിച്ചു പോകുന്ന എനിക്ക് കഴിയില്ല എന്ന ചിന്ത അവരുടെ ഐഡന്റിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നതാണ് സത്യം. ഇതിനെയാണ് ദ ഐഡന്റിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് എന്ന ഒരൊറ്റ വാചകം എത്രയോ മനുഷ്യരുടെ ജീവിതത്തെയാണ് തളച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഇമോഷനാണ്, ഞാൻ ഭയങ്കര ലേസിയാണ്, എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, എന്റെ വിധി ഇങ്ങനെയാണ്, എനിക്ക് മാറ്റാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവയൊന്നും ശാസ്ത്രീയമായ സത്യങ്ങളോ മാറ്റാൻ പറ്റാത്ത വിധിയോ അല്ല. ഇവയൊക്കെ നിങ്ങളെക്കുറിച്ച് തന്നെ വർഷങ്ങളായിട്ട് ആവർത്തിച്ച് പറയുന്ന വെറും കഥകൾ മാത്രമാണ്. റിപ്പീറ്റഡ് സ്റ്റോറീസ് ആണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഉള്ളിൽ ആവർത്തിച്ച് പറയുന്ന ആ കഥ തന്നെയാണ് ഒടുവിൽ നിങ്ങൾ ജീവിക്കുന്ന ജീവിതമായി മാറുന്നത്. ആ കഥ മാറ്റാതെ ജീവിതം മാറില്ല. നമ്മുടെ ഭൂതകാലത്തിലേക്ക് നമുക്ക് തിരിഞ്ഞ് നോക്കാം. അവിടെ ഒരുപാട് മുറിവുകളും വേദനകളും ഉണ്ടാകും. നമുക്ക് വൈകാരികമായിട്ട് ഏറ്റവും ആഴമുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഇവിടെയാണ്. നിങ്ങളോട് സംഭവിച്ച മോശമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തെറ്റായിരിക്കണമെന്നില്ല. കുട്ടിക്കാലത്ത് കിട്ടിയ അവഗണനയോ വളർന്നു വരുമ്പോൾ ഉണ്ടായ പരാജയങ്ങളോ നിങ്ങളുടെ കുറ്റം കൊണ്ടായിരിക്കില്ല. പക്ഷേ അതിന്റെ പേരിൽ നിങ്ങളുടെ മുഴുവൻ ഭാവിയും അതേ ഇരുണ്ട കഥയുടെ തുടർച്ചയായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഭൂതകാലം എന്നത് നിങ്ങളുടെ വിശദീകരിക്കാനുള്ളതാണ്. ഭൂതകാലം എന്നത് നിങ്ങളെ വിശദീകരിക്കാനുള്ളതാണ്, നിങ്ങളെ നിർവചിക്കാനുള്ളതല്ല. Past explains you, it doesn't have to define you. പഴയ അനുഭവം ഒരു വിശ്വാസമായി മാറുന്നു. ആ വിശ്വാസം നിങ്ങളുടെ ഐഡന്റിറ്റി ആകുന്നു. ആ ഐഡന്റിറ്റി നിങ്ങളുടെ പെരുമാറ്റത്തെ മാറ്റും. ഈ ചങ്ങല നമ്മൾ പൊട്ടിച്ചേ മതിയാകും. സംഭവിച്ച കാര്യങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയില്ല എന്നത് സത്യം. പക്ഷേ ആ സംഭവങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾ നൽകുന്ന അർത്ഥം മാറ്റാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാളുണ്ടായിരിക്കും. നിങ്ങളെ തകർത്ത് കളഞ്ഞ ഒരു ബന്ധമുണ്ടായിരിക്കാം. കൈപ്പേറിയ ഒരു പരാജയമോ നികത്താനാകാത്ത ഒരു നഷ്ടമോ ഉണ്ടായിരിക്കാം. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷേ ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങളുടെ ജീവിതം എന്ന വലിയ പുസ്തകത്തിലെ ഒരു അധ്യായം മാത്രമാണ്, ഒരു ചാപ്റ്റർ മാത്രമാണ്. അത് നിങ്ങളുടെ മുഴുവൻ പുസ്തകവുമല്ല. ഒരു മോശം അധ്യായത്തിന്റെ പേരിൽ പുസ്തകം എഴുതുന്നത് നമ്മൾ നിർത്താറില്ലല്ലോ. കഥ ഇനിയും മുന്നോട്ടാണ്. ഇനി നമ്മൾ വേദനയിൽ നിന്ന് അധികാരത്തിലേക്ക്, തളർച്ചയിൽ നിന്ന് ശക്തിയിലേക്ക് മാറാൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത്? സ്റ്റോപ്പ് ലിവിങ് ഫ്രം റിയാക്ഷൻ. സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മാത്രം പ്രതികരിക്കുന്ന, ഒഴുക്കിനൊപ്പം നീങ്ങുന്ന ഒരു നിസ്സഹായനായ മനുഷ്യനിൽ നിന്ന് തന്റെ ജീവിതത്തെ, തന്റെ തീരുമാനങ്ങളെ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾ മാറണം. പ്രതികരണമല്ല, തിരഞ്ഞെടുപ്പാണ് ജീവിതം. റീക്ലെയിം യുവർ വോയിസ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം ഏതാണെന്നറിയോ? അത് പുറത്തുള്ള ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്ന വിമർശനങ്ങളോ പുകഴ്ത്തലുകളോ ഒന്നുമല്ല. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ കുഞ്ഞു ശബ്ദമാണ്. ആ ശബ്ദത്തെ ഇനി അവഗണിക്കരുത്.
അതിന് കാതോർക്കുക. റീക്ലെയിം യുവർ ബൗണ്ടറീസ്, അതിരുകൾ വെക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ശിക്ഷിക്കാൻ വേണ്ടി ഉയർത്തുന്ന മതിലുകളല്ല അത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെയും നിങ്ങളുടെ സ്വത്വത്തെയും സംരക്ഷിക്കാൻ നിങ്ങൾ തന്നെ വെക്കുന്ന മനോഹരമായ വാതിലുകളാണ്. ആരെയൊക്കെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കാണ്. റീക്ലെയിം യുവർ ഡിറക്ഷൻ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരേ സമയം ശരിയാക്കിയെടുക്കാൻ ഒന്നിച്ച് ചാടി വീഴേണ്ടതൊന്നുമില്ല. വേഗതയേക്കാൾ പ്രധാനം ദിശയാണ്. ഡിറക്ഷൻ ബിഫോർ സ്പീഡ്. വേഗത്തിൽ തെറ്റായ ദിശയിലേക്ക് ഓടിപ്പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പതുക്കെയെങ്കിലും ശരിയായ ദിശയിലേക്ക് ഒരൊറ്റ ചുവട് വെക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇനി നടക്കേണ്ട ആ വലിയ മാറ്റം, ആ പരിവർത്തനം എന്താണെന്ന് നോക്കുക. അത് നിങ്ങളുടെ ആ പഴയ പതിപ്പും, അതായത് ഓൾഡ് യുവും ഇനി നിങ്ങളാകാൻ പോകുന്ന പുതിയ പതിപ്പുമാണ്, ന്യൂ യു ആണ് തമ്മിലുള്ള ഇത്. ഓൾഡ് യുവും ന്യൂ യുവും തമ്മിൽ, അതായത് പഴയ പതിപ്പും പുതിയ പതിപ്പും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ്. ആരായിരുന്നു ആ പഴയ നിങ്ങൾ? ആ പഴയ നിങ്ങൾ ആരായിരുന്നു? ഇനി ആരാകണം ആ പുതിയ നിങ്ങൾ? ഒന്നാമതായി, ആ പഴയ നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി, അവരുടെ ഒരു നല്ല വരിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന പുതിയ നിങ്ങളുണ്ടല്ലോ, പുറത്തുള്ളവരുടെ കോലാഹലങ്ങളൊന്നും കേൾക്കുന്നില്ല, പകരം സ്വന്തം ഉള്ളിലെ ആത്മാർത്ഥമായ ശബ്ദത്തിന് മാത്രം കാതോർക്കും. രണ്ടാമത്, പഴയ നിങ്ങൾ എപ്പോഴും ഭയത്തിന് കീഴടങ്ങിയാണ് ജീവിച്ചിരുന്നത്. ഒരു മാറ്റം വരുത്താൻ പേടി, പുതിയ ചുവട് വെക്കാൻ പേടി. എന്നാൽ പുതിയ നിങ്ങള് ഭയമില്ലാത്തവനല്ല, ഭയമുണ്ടായാലും ആ ഭയത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി മുന്നോട്ട് തന്നെ ചുവട് വെക്കാൻ ധൈര്യം കാണിക്കുന്നവനാണ്, അല്ലെങ്കിൽ ധൈര്യം കാണിക്കുന്നവളാണ്. മൂന്നാമത്, പഴയ നിങ്ങൾ ഭൂതകാലത്തിന്റെ ഇരുണ്ട തടവറയിലാണ് ഇത്രയും കാലം കഴിഞ്ഞുകൂടിയത്. പണ്ട് സംഭവിച്ച മോശം കാര്യങ്ങളെ ഓർത്ത് ഇന്നും കരയുന്നയാള്. പക്ഷേ പുതിയ നിങ്ങള് ആ ഭൂതകാലത്തെ തടവറയാക്കില്ല, അതിനെ ഒരു പാഠപുസ്തകമാക്കും. അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് മാത്രം നടക്കും. നാലാമത്, ആ പഴയ മനുഷ്യന്റെ ഒരു വലിയ ശാപമായിരുന്നു താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ ചെന്ന് നിരന്തര വിശദീകരണങ്ങൾ നൽകുക എന്നത്. ആ വിശദീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ശാപം. എന്നാൽ പുതിയ നിങ്ങള് ആ ശീലം മാറ്റും. നിങ്ങൾ ചെയ്യുന്ന ശരിയായ തീരുമാനങ്ങൾക്ക് ഈ ലോകത്ത് നിങ്ങൾ ആരോടും അനാവശ്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യേണ്ട ബാധ്യത നിങ്ങൾക്കില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും. അഞ്ചാമത്, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് സ്വന്തം സമാധാനം വിട്ടുകളഞ്ഞ ഒരു പാവം മനുഷ്യനായിരുന്നു പഴയ നിങ്ങൾ. പാവം മനുഷ്യൻ. എന്നാൽ പുതിയ നിങ്ങള് തിരിച്ചറിയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വന്തം ആത്മാഭിമാനം കാക്കാൻ ശക്തമായ ആരോഗ്യകരമായ അതിരുകൾ വെക്കാൻ നിങ്ങൾ പഠിക്കും. ബൗണ്ടറീസ്. ആറാമത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി സ്വന്തം ആവശ്യങ്ങളെ എപ്പോഴും ഏറ്റവും ഒടുവിലത്തെ തട്ടിലേക്ക് മാറ്റിവെച്ചയാളാ പഴയ നിങ്ങൾ. എല്ലാം നമ്മളിതൊക്കെ പിന്നെ ഓലതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന്. എന്നാൽ പുതിയ നിങ്ങളോ, നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളുടെ കൈകളിലേക്ക് ഏറ്റെടുക്കും. കാരണം നിങ്ങളുടെ ജീവിതം മാറ്റാൻ വേറെ ആരും വരില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഏറ്റവും ഒടുവിലായിട്ട്, മാറണം എന്ന് ആഗ്രഹമുണ്ടായിട്ടും ഒരു ദിവസം ചെയ്യാം, നാളെ തുടങ്ങാം എന്ന് പറഞ്ഞ് മാറ്റങ്ങളെ നിരന്തരം നീട്ടിവെച്ച ആ പഴയ പതിപ്പുണ്ടല്ലോ, അതിനെ ഇന്ന് നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. പുതിയ നിങ്ങള് ആ അദൃശ്യമായ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കില്ല. അതിന് പകരം എന്റെ ജീവിതം മാറേണ്ടത് ഇപ്പോൾ തന്നെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഈ നിമിഷത്തെ തിരഞ്ഞെടുക്കും. ഈ നിമിഷത്തെ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ആ പഴയ ആളായി തന്നെ ജീവിച്ചു തീർക്കുക, അല്ലെങ്കിൽ ഇന്ന് മുതൽ ആ പുതിയ മനുഷ്യനായി പുനർജനിക്കുക. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്?
ആ പഴയ മനുഷ്യനെയാണോ നിങ്ങൾ ഇപ്പൊ ജീവിച്ച പോലെ തന്നെ ഒക്കെ പോയാൽ മതി, അല്ലെങ്കിൽ ആ പഴയ ആളാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ആളെയാണോ? നിങ്ങൾ പറ. നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ 5 പ്രപഞ്ച സത്യങ്ങളുണ്ട്. ആദ്യം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ ഉള്ളിൽ പറയുന്ന ആ പഴയ കഥ മാറണം. വലിയ കഥയാ അല്ലെ. രണ്ടാമത്തത്, പരിചിതമായ വേദന എന്ന് പറയുന്നത് ഒരിക്കലും സുരക്ഷിതമായ ഒരു ജീവിതമല്ല, അത് വെറും ഒരു ചതിക്കുഴിയാണ്. മൂന്നാമത്തത്, ഈ ലോകത്തിലുള്ള എല്ലാവരെയും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നാൽ ഒടുവിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടും. നാലാമത്തത്, ഭൂതകാലം നിങ്ങളുടെ ചരിത്രമാണ്. അതിനപ്പുറം അത് നിങ്ങളുടെ വിധിയല്ല. 5, ജീവിതം തിരിച്ചു പിടിക്കുക എന്നത് സിനിമകളിലെ പോലെയുള്ള വലിയൊരു ഡ്രമാറ്റിക് നിമിഷമല്ല. അത് വളരെ നിശബ്ദമായി സ്വന്തം ജീവിതത്തിൽ വീണ്ടും സ്വന്തം സ്ഥാനം ഏറ്റെടുക്കുന്ന ലളിതമായ പ്രക്രിയയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ കടുത്ത ക്ഷീണം അത് ജീവിതം തന്നതുകൊണ്ടായിരിക്കില്ല. നിങ്ങളല്ലാത്ത ഏതോ ഒരു അപരിചിതനായ മനുഷ്യനായി ഇത്രയും കാലം അഭിനയിച്ച് ജീവിച്ചത് കൊണ്ടായിരിക്കാം ആ ക്ഷീണം. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ശക്തനായി നിന്നു. എല്ലാവരുടെയും വേദനകൾ നിങ്ങൾ കണ്ണീരോടെ മനസ്സിലാക്കി. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സ്വന്തം ആഗ്രഹങ്ങളെ ബലി കഴിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും ഒരൊറ്റ നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എനിക്ക് എന്താണ് വേണ്ടത് എന്ന്? ജീവിതം നിങ്ങൾക്കായി കാത്തു നിൽക്കില്ല. കാലം നിങ്ങളെ നോക്കി നിൽക്കില്ല. നിങ്ങളുടെ മനസ്സിലെ മനോഹരമായ സ്വപ്നങ്ങൾ പോലും എന്നേക്കുമായി നിങ്ങൾക്കായി കാത്തിരിക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതം മുഴുവനായി മാറ്റിമറിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളെ ഓരോ ദിവസവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ പഴയ ജീവിത രീതി, ആ കപടമായ പാറ്റേൺ, അത് ഇവിടെ ഈ നിമിഷത്തിൽ അവസാനിപ്പിക്കണം. നിങ്ങൾ തകർന്നു പോയിട്ടില്ല, നിങ്ങൾ വൈകി പോയിട്ടുമില്ല, നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അടിയന്തിരമായി വേണ്ടത് ഒരു പുതിയ ജീവിതമല്ല, പകരം എവിടെയോ വെച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ പഴയ യഥാർത്ഥ ജീവിതത്തിലേക്ക് ധീരമായി തിരികെ നടക്കാനുള്ള ഒരൊറ്റ ചുവടിന്റെ ധൈര്യം മാത്രമാണ്. നിങ്ങളിലേക്ക് തിരികെ നടക്കുക. ഒരു പക്ഷേ ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പഴയ ശബ്ദം ഉണർന്നിട്ടുണ്ടാകാം. ഒരിക്കൽ നിങ്ങളായിരുന്ന ആ മനുഷ്യന്റെ ശബ്ദം, ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ, ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിയ ഒരാൾ, വീണാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് വിശ്വസിച്ച ഒരാൾ, എവിടെയോ ജീവിതത്തിന്റെ തിരക്കിനിടയില് ആ മനുഷ്യനെ നിങ്ങൾ മറന്നുപോയി. ഉത്തരവാദിത്തങ്ങൾ വന്നു, ബന്ധങ്ങൾ വന്നു, പരാജയങ്ങൾ വന്നു, ചിലര് വന്നു, ചിലര് പോയി. അങ്ങനെ ഓരോ ദിവസവും നിങ്ങളിൽ നിന്ന് നിങ്ങളെ കുറച്ചായിട്ട് എടുത്തു കൊണ്ടുപോയി. പക്ഷേ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതെല്ലാം എന്നേക്കുമായി നഷ്ടപ്പെട്ടതല്ല. ചില കാര്യങ്ങൾ തിരികെ നേടാൻ സമയം വേണം. ചില മുറിവുകൾക്ക് നിശബ്ദത വേണം. ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒറ്റയ്ക്കിരിക്കേണ്ടിയും വരും. പക്ഷേ നിങ്ങളിലേക്ക് തിരികെ പോകാനുള്ള വഴി ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല പേജുകളും ഉണ്ടായിരിക്കാം. ചില പേജുകളില് കണ്ണുനീരുണ്ടായിരിക്കാം, ചിലതില് വഞ്ചനയുണ്ടായിരിക്കാം, ചില പേജുകളില്
നഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം. ചിലതിൽ നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയാത്ത ദിവസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഒരു മോശം അധ്യായം ഒരു മോശം പുസ്തകമല്ല. ഒരു മോശം ദിവസം ഒരു മോശം ജീവിതമല്ല. ഒരു പരാജയം നിങ്ങളുടെ വില നിശ്ചയിക്കുന്നില്ല. നിങ്ങൾ വീണ സ്ഥലം നിങ്ങളുടെ അവസാനത്തെ വിലാസമല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, ഇനി എന്താണ് ബാക്കി? ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പോയി കഴിഞ്ഞു, സമയം പോയി, അവസരങ്ങളൊക്കെ പോയി, ചില മനുഷ്യരും പോയി, ചില സ്വപ്നങ്ങൾ പോലും ഇനി സ്വപ്നം കാണാൻ പേടിക്കുന്ന അത്ര അകലെയായി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ ശ്വാസം ഇപ്പോഴും തുടരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഇനിയും ഒരു ചെറിയ ശബ്ദമുണ്ട്, എനിക്ക് വീണ്ടും തുടങ്ങണം. ആ ശബ്ദത്തെ അവഗണിക്കരുത്. അത് ബലഹീനതയല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ ഇനിയും മരിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിന്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് വീണ്ടും തുടങ്ങാം. വലിയ ശബ്ദത്തിന്റെ ആവശ്യമില്ല. ലോകത്തോട് ഉറക്കെ വിളിച്ച് പറയേണ്ടതുമില്ല. ഒരു ദിവസം കൊണ്ട് എല്ലാം മാറ്റേണ്ടതുമില്ല. നിശബ്ദമായിട്ട് തുടങ്ങാം. സ്വന്തം ശബ്ദം വീണ്ടും കേൾക്കുന്നതിൽ നിന്ന്, സ്വന്തം മനസ്സിനെ വീണ്ടും ബഹുമാനിക്കുന്നതിൽ നിന്ന്, സ്വന്തം ജീവിതത്തിന് വീണ്ടും ഒരു യെസ് പറയുന്നതിൽ നിന്ന്. ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവുമായി പോകണമെന്നില്ല. പക്ഷേ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കരുത്. നിങ്ങളെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ലോകം നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക. ആരും നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ വിളിച്ചാലും നിങ്ങളുടെ ഭാവിയിലേക്ക് നടക്കുക. കാരണം നിങ്ങളുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപക്ഷേ ഇവിടെയാണ് അത് വീണ്ടും തുടങ്ങുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ട നിങ്ങളിലേക്ക് തിരികെ നടക്കുക. ബ്രേക്ക് ദ പാറ്റേൺ, റീക്ലെയിം യുവർ ലൈഫ്. നിങ്ങൾക്കായി ഒരിക്കലെങ്കിലും നിങ്ങളായി ജീവിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഒരു ജോലിയോ പണമോ ബന്ധങ്ങളോ അവസരങ്ങളോ നഷ്ടപ്പെട്ടതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നതാണ്. ഇനി നിങ്ങൾ പറ, നിങ്ങൾ മനസ്സിനോട് തന്നെ ചോദിക്കുക, ഞാൻ എന്താണ് ഇനി? ഞാൻ പുതിയ മനുഷ്യനാണോ, ആ പഴയ പതിപ്പിലുള്ള മനുഷ്യനാണോ? നോക്കാം നമുക്ക്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഒരുപാട് നന്ദി മാമിന്. നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു.